ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളിലും എല്ലാ ഇടപാടുകളിലും സകല വ്യവഹാരങ്ങളിലും അടക്കം, അനക്കം, ഇണക്കം തുടങ്ങി മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി നമ്മൾ ഏർപ്പെടുന്ന സർവകാര്യങ്ങളിലും നമ്മുടെ റബ്ബിന്റെ റിള, നമ്മുടെ യഥാർത്ഥ യജമാനന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളതാവണം ജീവിതത്തിന്റെ ലക്ഷ്യം. അതനുസരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം. ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും ഇതുകൊണ്ടെന്റെ റബ്ബിന്റെ തൃപ്തി എനിക്ക് നേടിയെടുക്കാൻ കഴിയുമോ, അതല്ല അവന്റെ ശാപകോപങ്ങൾക്ക് ഞാൻ വിധേയനാകുമോ എന്നുള്ള ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഇതെല്ലാമാണ് തഖ്വ. ഈ തഖ്വയാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ, ഇഹലോകത്തും നാളെ പരലോകത്തും നമ്മൾ വിജയത്തിന് അർഹരാകുന്നതിന്റെ ഏക മാനദണ്ഡം എന്ന് നമുക്കെല്ലാവർക്കും ഓർമ്മ വേണം. താൽക്കാലികമായ കാര്യലാഭങ്ങൾക്കും സുഖസൗകര്യങ്ങൾക്കും വേണ്ടി ഈ തഖ്വയുടെ ഉൾവിളിയെ അവഗണിക്കരുത്. സർവശക്തനായ നാഥൻ യഥാർത്ഥ മുത്തക്കികളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വ ജീവിതത്തിൽ ശീലിക്കുന്നതിനു വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, വിശേഷിച്ചും ഈ റമദാനിന്റെ രാപ്പകലുകളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല ശ്രമങ്ങളും റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു റമദാനിനെ കൂടി സ്വീകരിക്കാനും അതിലൂടെ നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ശുദ്ധീകരിക്കാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കിത്തരുക എന്നതാണ് നാഥന് നമ്മോട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃപ. ലഭ്യമായ അവസരം പ്രയോജനപ്പെടുത്തി അതിന്റെ എല്ലാ സൽഫലങ്ങളും എടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും അജണ്ടയിൽ സ്ഥാനം പിടിക്കേണ്ട മുഖ്യ വിഷയമാണ്. ആ ഒരു ഗൗരവത്തിൽ റമദാനിന്റെ അജണ്ടകൾ സെറ്റ് ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. നോമ്പിന്റെ പ്രാധാന്യവും നോമ്പിന്റെ ഫലങ്ങളും പറയുന്ന ഹദീസുകളെല്ലാം പരിശോധിച്ചാൽ നോമ്പ് സ്വന്തം നിലക്ക് പ്രതിഫലാർഹമാകുന്ന ഒരു കർമ്മമാണ് എന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിൽ, വരാനുള്ള ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിൽ മാത്രമല്ല, വരാനുള്ള ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിൽ നോമ്പിനെ നമ്മൾ സ്വീകരിച്ചത് സത്യസന്ധമാണെങ്കിൽ ആ നോമ്പ് വരാനുള്ള ജീവിതത്തിൽ നമുക്ക് വഴി വെളിച്ചമാകും. നോമ്പിനെ നമ്മൾ സ്വീകരിച്ചത് പല പ്രശ്നങ്ങളും മൂടിവെച്ചുകൊണ്ടാണെങ്കിൽ, പല സംഗതികളോടും രാജിയായിക്കൊണ്ടാണെങ്കിൽ, പല സമ്പ്രദായങ്ങളും കൈയൊഴിക്കാതെയാണെങ്കിൽ, പല കൂട്ടുകെട്ടുകളും തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ, പല ഇടപാടുകളും റമദാൻ കഴിഞ്ഞിട്ട് തുടരാം എന്ന മനോഭാവത്തിലാണെങ്കിൽ, അത്തരക്കാർക്ക് ഈ റമദാൻ ഭാവിയിൽ വഴിവെളിച്ചമാവാൻ ഒരു സാധ്യതയുമില്ല.
അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. മോശമായ വാക്കും അതനുസരിച്ചുള്ള പ്രവൃത്തിയും ഉപേക്ഷിക്കാത്തവൻ നോമ്പ് എടുക്കണം, അല്ലെങ്കിൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കണം എന്ന് അള്ളാഹുവിന് യാതൊരാവശ്യവുമില്ല എന്നും ഹദീസിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, ഈ നോമ്പിനെ പറ്റിയുള്ള ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നോമ്പ് നമ്മുടെ ഭാവിയിലേക്കുള്ള യാത്രയിൽ ഒരു വഴിവെളിച്ചമാകും എന്ന് മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ രേഖകൾ ശുദ്ധീകരിക്കുന്നതിന് പലവിധങ്ങളായ അവസരങ്ങൾ നമുക്കൊരുക്കി തരും എന്നുകൂടിയാണ്. ആദ്യം പറഞ്ഞതിനേക്കാൾ ഗൗരവം ഈ രണ്ടാമത് പറഞ്ഞതിനുണ്ട്. ആദ്യം പറഞ്ഞ കാര്യം ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യമാണ്. നമ്മൾ കുറേയധികം മനസ്സ് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്ന അത്ര സൂക്ഷ്മത പുലർത്താൻ തീരുമാനിച്ചാൽ നമ്മുടെ ഭാവിയെ നന്നാക്കിയെടുക്കാൻ കഴിയും എന്നതിൽ രണ്ടഭിപ്രായം ഉണ്ടാവാൻ വകയില്ല. നേരെ മറിച്ച് സംഭവിച്ചു പോയ കുറെ വിഷയങ്ങളുണ്ട്. 40, 50, 60, 70 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരാൾ അയാളുടെ ജീവിതത്തിന്റെ ഒരു കോണും മങ്ങലേറ്റു പോകാതെ, അയാളുടെ നടപടിക്രമങ്ങളുടെ ഒരു സ്റ്റെപ്പും വിട്ടുപോകാതെ, അയാളുടെ ഇടപാടുകളുടെ ഒരു കണക്കും ഒഴിവാക്കപ്പെടാതെ സകലതും പഴുതടച്ച് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ആശയം പല സന്ദർഭങ്ങളിൽ റമദാനിനോടനുബന്ധിച്ച് ഞാൻ എന്റെ സഹപ്രവർത്തകരുമായിട്ട് പങ്കുവെച്ചു വന്നിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അതിന്റെ വിസ്താരത്തോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഉന്നത നിലവാരത്തിലുള്ള ഒരു ഫിലിം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ റെക്കോർഡിംഗ് നടക്കുകയാണെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ മുഖഭാവങ്ങൾ അങ്ങനെ തന്നെ ഒപ്പിയെടുക്കുന്നതിന് ഏതെങ്കിലും ഭാഗത്തു നിന്നും നിഴല്, വേറെ ഒരു ഭാഗത്തു നിന്നും മറവ്, ക്യാമറയുടെ ഫോക്കസ് വേണ്ടത്ര ലഭ്യമാകാത്ത അവസ്ഥ, കഥാപാത്രം സ്ഥാനത്ത് നിന്നൊരൽപ്പം അപ്പുറത്തേക്കും മാറുമ്പോഴേക്ക് ഫോക്കസ് നഷ്ടപ്പെടുന്ന പ്രശ്നം, ഇത്യാദി വിഷയങ്ങളൊന്നും സാധാരണഗതിയിൽ സംഭവിക്കുകയില്ല. അതിന്റെ സാധ്യതകളൊക്കെ പഠിച്ച്, അതിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി, അതിന്റെ പരിഹാരങ്ങളൊക്കെ കണ്ടെത്തി, അതൊക്കെ സജ്ജമാക്കി വെച്ചിട്ടാണ് പ്രൊഫഷണൽ സ്വഭാവത്തിലുള്ള ഷൂട്ടിംഗ് നടത്തുന്നത്. പക്ഷേ ആ കഥാപാത്രങ്ങളെ നിർത്തിയവരോ ആ കഥാപാത്രങ്ങളുടെ ചലനങ്ങൾ ഒപ്പിയെടുക്കുന്നവനോ അല്ല നമ്മളെ ഇവിടെ രംഗത്ത് നിർത്തിയിട്ടുള്ളതും നമ്മുടെ ചലനങ്ങൾ ഒപ്പിയെടുക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനക്കവും ഓരോ അടക്കവും ഒപ്പിയെടുക്കുന്നതിന് പടച്ചതമ്പുരാൻ വെച്ച നിർമ്മിച്ചു വെച്ച സജ്ജീകരിച്ചു വെച്ച സംവിധാനങ്ങളെ പറ്റി വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അവൻ നമ്മെ അടിക്കടി ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഭൂമി നമ്മുടെ ജീവിതം റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭൂമിയുടെ മുഴുവൻ റെക്കോർഡുകളും അതിന്റെ നാഥൻ ഒരു ഓർഡർ ഇടുന്ന മുറക്ക് ഭൂമി വലിച്ചു പുറത്തിടും എന്ന് സൂറത്തു സിൽസാൽ എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അഖ്ബാറഹ. ഈ രീതിയിൽ ഭൂമി അതിന്റെ വിവരങ്ങൾ ആ റബ്ബിന്റെ ഓർഡർ ഉണ്ടാകുന്ന മുറക്ക് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ. നാഥന്റെ ആജ്ഞയെ അനുസരിച്ചുകൊണ്ട് ഓർഡറിനെ കേൾക്കേണ്ട താമസം ഭൂമി അതിന്റെ മുഴുവൻ റെക്കോർഡുകളും അവിടെ ഹാജരാക്കും. അപ്പൊ ഭൂമി ഒരു മനുഷ്യന്റെ ജീവിതത്തെ റെക്കോർഡാക്കുന്നതിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ വിശദീകരണങ്ങൾ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫഅൽതു ബി കദാ വ കദാ, ഇന്നാലിന്നവൻ എന്റെ ഇന്ന ഭാഗത്ത് വെച്ച് ഇന്ന പ്രകാരം ചെയ്തു എന്ന് ഭൂമി അവിടെ സംസാരിക്കുമെന്നാണ്. അതിനു പുറമെ നമ്മുടെ കൈയും കാലും ഏതു വേണ്ടാധീനങ്ങൾക്കും ന്യായം ചമച്ച് നല്ല പ്രാവീണ്യം നേടിയിട്ടുള്ള വായ മൂടിക്കെട്ടിയിട്ട് കയ്യെ നീ സംസാരിക്ക്, കാലെ നീ സാക്ഷി പറ എന്ന് റബ്ബ് ഓർഡറിടും. അല്ലോ മൻ അഖ്തിമു അലാ ഫുവാഹിഹിം വതുകല്ലിമുനാ ഐദിഹിം.
സൂറത്ത് യാസീനിൽ അങ്ങനെ നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കിത് മരിച്ച ആളെ ഓതി കേൾപ്പിച്ചിട്ടാണ് ശീലം. ജീവിച്ചിരിക്കുന്ന ആളെ അയാൾ സ്വബോധത്തോടെ ഇരിക്കുന്ന കാലത്ത് ഈ ആശയം ഓതി കേൾപ്പിക്കുന്നതിൽ നമ്മൾ വിജയിച്ചിരുന്നുവെങ്കിൽ മരിച്ചതിന് ശേഷം ആ മനുഷ്യന്റെ കാര്യം ഓർത്ത് നമ്മളല്ലാതെ നൊമ്പരപ്പെടേണ്ടി വരുമായിരുന്നില്ല. അന്ന് നാം അവരുടെ വായം സീൽ ചെയ്യും. എന്നിട്ട് നാം അവരുടെ കൈകളെ കൊണ്ട് സംസാരിപ്പിക്കും. കൈ സംസാരിക്കുന്നതൊക്കെയും ശരിവെക്കാൻ സാക്ഷിയായിട്ട് കാലുണ്ടാവും. അങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യനും തൊലിയും തമ്മിലുള്ള ഒരു സംവാദം വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ സംവാദം ഉദ്ധരിച്ചതിന് ശേഷം പടച്ച തമ്പുരാൻ അവിടെ പൊതു സ്വഭാവത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم. നിങ്ങളൊരു അരുതാത്ത കാര്യത്തിൽ ഏർപ്പെടുമ്പോ കണ്ണറിയണ്ട, കാതറിയണ്ട, തൊലി അറിയണ്ട എന്നൊന്നും വെക്കാറില്ല. കാരണം അയ്യഷദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും, നാളെ ഈ കണ്ണോ കാതോ തൊലിയോ നിങ്ങൾക്കെതിരെ സാക്ഷി പറയും എന്ന് നിങ്ങളൊട്ടും വിചാരിച്ചിട്ടില്ല. പക്ഷെ പരലോകത്ത് കണ്ണ് സംസാരിക്കാൻ തുടങ്ങി, കാത് സംസാരിക്കാൻ തുടങ്ങി, തൊലി ഇയാൾക്കെതിരെ സാക്ഷി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അയാള് ചൂടായി, നീയും എനിക്കെതിരെ തിരിഞ്ഞോ, നീ ഇപ്പൊ എന്താ വിചാരിച്ചത് എന്ന മട്ടിൽ. ഇതൊക്കെ ഖുർആൻ ഉദ്ധരിച്ചു വെച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞ സാക്ഷ്യങ്ങൾക്കും ഈ റെക്കോർഡിംഗ് സംവിധാനങ്ങൾക്കും പുറമെ റഖീബ് അതീദ് എന്ന രണ്ട് മാലാഖമാർ രേഖപ്പെടുത്താതെ, രണ്ട് മലക്കുകൾ റെക്കോർഡാക്കാതെ നമ്മളൊരു വാക്കും ഒരക്ഷരവും ഉരിയാടുന്നില്ല എന്ന് ഖുർആൻ വേറെ പറയുന്നുണ്ട്. അതിനും പുറമെയാണ് രാജാതിരാജനായ റബ്ബ് വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്കുതു മിൻ വറഖത്തിൻ ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എല്ലാ രഹസ്യങ്ങളുടെയും താക്കോലുകൾ അവന്റെ കയ്യിലാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു, അവനല്ലാതെ വേറൊരാൾക്കും അതറിയില്ല. കരയിലും കടലിലുമുള്ള എല്ലാം, ഭൂമി എന്ന് പറഞ്ഞാൽ അതാണ്, കരയും കടലും, വേറെ സ്ഥലമില്ല, അതെല്ലാം അവൻ അറിയാം. ഒരു ചെറിയ ചെടിയിൽ നിന്ന് ഒരു ഇല പോലും ഞെട്ടുപൊട്ടി താഴെ വീഴുന്നില്ല, അതിന്റെ യജമാനാണ് അറിയാതെ. ഭൂമിയുടെ കറുകറുത്ത പാറക്കെട്ടുകളിൽ എവിടെയോ കടുകുമണി പോലെ ഒരു ഒന്നുപോലുമില്ല. ഉണക്കയോ ഉണങ്ങിയതോ പച്ചയോ ആയ യാതൊന്നുമില്ല. ഇല്ലാ ഫി കിതാബിൻ മുബീൻ. ഈ രാജാതിരാജന്റെ കൈവശം വിചാരണാവേളയിൽ കാര്യങ്ങളുടെ അടിസ്ഥാനമായി അവലംബിക്കുന്ന ഗ്രന്ഥത്തിൽ ഇടം പിടിച്ചിട്ടല്ലാതെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ ഒരു മഹാസമ്മേളനം നടക്കും. ആ സമ്മേളനത്തിന് വേണ്ടിയിട്ട് ലോകത്ത് ഇന്നോളം കണ്ടിട്ടില്ലാത്ത വലിയ സമ്മേളന നഗരി സജ്ജമാക്കും. ഖുർആനിലുള്ളതാണ്. അപ്പൊ ആളുകൾ ചോദിക്കും, പർവ്വതങ്ങളും മലകളും, അള്ളാഹ് തന്നെ മറുപടി പറയുന്നു, എന്റെ റബ്ബ് ഈ കുന്നുകളെയും മലകളെയും ഒക്കെ പൊടിപൊടിച്ച് പറപറത്തും. അങ്ങനെ നീണ്ട് പരന്ന് വിശാലമായി കിടക്കുന്ന ഒരു വലിയ നഗരി സജ്ജമാക്കും. കയറ്റവും ഇറക്കവും വളവും ചെരിവും ഒന്നും നിങ്ങൾ എല്ലാവരും തിന്നാലും നേർക്ക് നേരെ എല്ലാവരെയും കാണാവുന്ന വിധം വലിയ നഗരി. അങ്ങനെ ഒരു വേദിയിൽ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ സംവിധാനങ്ങളിലൂടെ മുഴുവൻ റെക്കോർഡാക്കപ്പെട്ട ഈ രേഖയുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ രേഖ, അത് പ്രദർശിപ്പിക്കപ്പെടും. അങ്ങനെ ഒരു നാൾ ഇത് പ്രദർശിപ്പിക്കപ്പെടും. രാജാതിരാജന്റെ അധ്യക്ഷതയിൽ രാജാതിരാജന്റെ അധ്യക്ഷതയിൽ മുഴുവൻ മലായിക്കത്തുകളുടെയും സന്നിധാനത്തിൽ, അമ്പിയാക്കളുടെ, സുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ, സിദ്ദീഖുകളുടെ, എല്ലാ മനുഷ്യരുടെയും സന്നിധാനത്തിൽ
ഇതൊരു നാൾ പ്രദർശിപ്പിക്കപ്പെടും. അതാണ് റമദാനിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. ഇതൊരു നാൾ പ്രദർശിപ്പിക്കപ്പെടും. അവിടെ വരെ ഈ റെക്കോർഡ് ഇങ്ങനെ കെട്ടിപ്പൂട്ടി കൊണ്ടുപോകണോ? അതല്ല, ഇതിന് ലഭ്യമാകുന്ന ഒന്നാമത്തെ അവസരത്തിൽ സാധ്യമാകുന്ന അത്ര ഇത് ക്ലിയർ ചെയ്യണോ? ഇത് ശുദ്ധീകരിക്കണോ? അതാണ് റമദാനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ ഒരാൾ മൻ സാമ റമദാനിൽ ഒരാൾ നോമ്പെടുത്താൽ ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിന്റെ ആജ്ഞാനുസാരമാണ് ഞാൻ ഈ നോമ്പെടുക്കുന്നതെന്നും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഈ നോമ്പിൽ ഞാൻ ഏർപ്പെട്ടിട്ടുമുള്ളത് എന്ന ബോധത്തോടെ, അല്ലാതെ ഇങ്ങനെയും പട്ടിയെടുത്തിട്ടൊരു കാര്യമില്ല. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത് അതിനാണ്. എന്റെ നാഥന്റെ ഓർഡറാണ്, എന്റെ ഇഷ്ടമല്ല. ഇത് മൈ ബോഡി ഈസ് മൈ ചോയ്സ്, അല്ലെങ്കിൽ മൈ ബോഡി ഈസ് മൈ റൈറ്റ് എന്നത് മുദ്രാവാക്യമായ തലമുറകളുടെ കാലമാണ്. എന്നിട്ട് അപ്പുറവും തിരിയാതെ ജീവിതത്തെക്കുറിച്ച് അതിന്റെ ഗൗരവതരമായ ഒരു വശങ്ങളെയും സംബന്ധിച്ച് ചിന്തിക്കാതെ കൗമാരക്കാരികൾ എങ്ങോണ്ടെന്നില്ലാതെ പുറപ്പെടുന്ന ഒരു ദുനിയാവിലാണ് നമ്മളുള്ളത്. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ്. നമ്മുടെ ഈ മുസ്ലിം ഉമ്മത്തിന് ഈ ജാഹിലിയത്തിന്റെ കുലം കുത്തിയൊഴുക്കൽ നമ്മളുടെ തനത് സംസ്കാരത്തിൽ പ്രതിരോധിച്ച് നിലനിൽക്കാനുള്ള മുഴുവൻ ശേഷിയുമുണ്ട്. നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ ആ ശേഷി ചോർന്നു പോകുമ്പോഴേക്ക് വീണ്ടും റമദാൻ വരുന്നുണ്ട്. എന്റെ ഇഷ്ടം, അവിടെ ഞാൻ പോയത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ നോമ്പെടുക്കുന്നത്, എന്റെ ദാഹത്തെ ഞാൻ നീക്കിവെച്ചത്, എന്റെ വിശപ്പ് അവഗണിക്കാം എന്ന് കണ്ടത്, എന്റെ മറ്റാഗ്രഹങ്ങളൊന്നും ഇപ്പോ സാക്ഷാത്കരിക്കപ്പെടേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് എന്റെ റബ്ബിന്റെ നിശ്ചയം അതായതുകൊണ്ടാണ്. റമദാനിന്റെ പകലിൽ ദമ്പതികൾ തമ്മിൽ നോമ്പുകാരായിരിക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, അന്യസ്ത്രീയുമായിട്ടല്ല, സ്വന്തം ഇണയുമായിട്ട് റമദാനിന്റെ പകലിൽ ശാരീരിക നോമ്പുകാരനായിരിക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിന്റെ കഫാറത്ത് ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം, അതുമല്ലെങ്കിൽ 60 അഗതികൾക്ക് അന്നം കൊടുക്കണം. അപ്പൊ അത്രയും ഗൗരവമുണ്ട്. എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത ഒരു ഓർഡറാണ് ഇത്. അള്ളാഹുവിന്റെ നാമത്തിൽ നമുക്ക് ഇണയാക്കപ്പെട്ടവളാണ്. അള്ളാഹു ഇന്ന ആഹാരങ്ങൾ നമുക്ക് നിഷിദ്ധമാക്കി, ഇന്നതൊക്കെ അനുവദിച്ചു. നമ്മൾ ഈ അനുവദിച്ചതേ എടുക്കുന്നുള്ളൂ. അനുവദിക്കപ്പെട്ട ഇണ പോലും നിങ്ങൾക്കൊരു നിശ്ചിത സമയത്ത് നിഷിദ്ധമാണ്. അനുവദിക്കപ്പെട്ട വെള്ളവും ആഹാരവും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അനുവദിക്കപ്പെട്ടതും നിങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കിയതുമായ തികച്ചും ഹലാലായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു നിശ്ചിത സമയം മുതൽ ഒരു നിശ്ചിത സമയം വരെ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. റബ്ബിന്റെ ഒരൊറ്റ ഓർഡറാണ്. ആ ഓർഡറിന് ഞാൻ വഴിപ്പെട്ടിരിക്കുകയാണ്. അവിടെ പിന്നെ വേറെ ചോദ്യമില്ല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, നിശ്ചയമായും സത്യവിശ്വാസികളുടെ ഒരു ലക്ഷണം തന്നെ അതാണ്. ഈ എന്താണ്? ആ ഏത് കാര്യത്തിലേക്ക് അല്ലാഹുവും റസൂലും എവിടേക്ക് വിളിക്കുന്നോ ആ വിളിക്ക് ഉത്തരം നൽകുന്നതിൽ അവർക്ക് അശേഷം ആലോചിക്കാനില്ല. കേട്ടപാടെ, വിളിയാളം കേട്ടപാടെ, പള്ളിയിൽ നിന്ന് ബാങ്കൊലി കേട്ടപാടെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയോ അവിടെ വെച്ച് നിർത്തി. ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ പള്ളിയിൽ പല സമയത്ത് പല അർത്ഥത്തിൽ ബാങ്ക് കൊടുക്കുന്നത് എന്റെ ഈ പ്രയോഗത്തെ വെച്ചുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുള്ളത്, പല പള്ളിയിലും പല സമയത്ത് ബാങ്ക് കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏത് ബാങ്കാണോ ഏറ്റവും ഒച്ചത്തിൽ കേൾക്കുന്നത് അതാണ് നിങ്ങളുടെ ബാങ്ക് എന്ന് മനസ്സിലാക്കണം. ആ ബാങ്ക് കേൾക്കുമ്പോഴാണ് നോമ്പ് തുറക്കുന്നതെങ്കിൽ മറ്റേ ബാങ്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ അത്താഴം നിർത്താം, പിന്നെ ഒന്ന് തീരുമാനിക്കുന്നത് ഉചിതമല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇതൊക്കെ ഷിആറുള്ളയാണ്. അള്ളാഹുവിന്റെ ഈ ഷിആറുകളെ ആദരിക്കുക. പള്ളിയിൽ നിന്ന് ബാങ്ക് അങ്ങനെ കൊടുക്കണം, നമ്മൾ ഭക്ഷണം അങ്ങനെ കഴിക്കണം, അത് ഓരോ ബാങ്കാണ്, അത് അങ്ങനെയാണ്. 5 മിനിറ്റ് മുമ്പാണ്. 5 മിനിറ്റ് മുമ്പ് ബാങ്ക് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരും അള്ളയും കൂടി ആയിക്കോളും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റബ്ബിന്റെ ഓർഡർ കാത്തിരിക്കുകയാണ്. അതിന്റെ ഫിഖ് അല്ല ഇവിടെ വിഷയം. നമ്മൾ റബ്ബിന്റെ ഓർഡർ കാത്തിരിക്കുകയാണ്. രാജാതിരാജന്റെ ഓർഡറുകൾ കാത്ത് കോടാനുകോടികളായ പ്രജകൾ അങ്ങനെ നിൽക്കുകയാണ്. ഒരു ഓർഡർ കേൾക്കേണ്ട നിമിഷം എന്റെ പ്രിയപ്പെട്ടവൾ എനിക്ക് നിഷിദ്ധമായിരിക്കുകയാണ്. ഒരു ഓർഡർ കേൾക്കേണ്ട നിമിഷം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് വന്നിരിക്കുകയാണ്. അങ്ങനെ ശീലിപ്പിക്കപ്പെടുന്നവരാണ് നമ്മൾ.
അതാണ് മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും എന്ന് പറയുന്നത് ഇതിന്റെ താല്പര്യം ഇതാണ്. ഞാൻ ഈ യജമാനന്റെ പ്രജയാണ്, കോടാനുകോടി ചരാചരങ്ങളിൽ സവിശേഷമായ അറിവും കഴിവുമുള്ള റബ്ബുൽ ഇസ്സത്തിന്റെ അടിമ. എനിക്ക് എന്റെ ഇഷ്ടമല്ല, എന്റെ റബ്ബിന്റെ ഇഷ്ടമാണ് പ്രധാനം. അവന്റെ വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഉൾവിളിയും ഞാൻ പരിഗണിക്കില്ല. അതാണ് നോമ്പുകാരന്റെ ജാഗ്രത. ഈ ജാഗ്രതയിൽ, ഈ പ്രതിഫലേച്ഛയിൽ മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും. മൻ ഫത്തറ സായിമൻ കാന ലഹു മഗ്ഫിറതൻ ലിദംബിഹി വഇത്ഖു റഖബതിഹി മിനൻ നാർ, നോമ്പ് പിടിച്ചാൽ മാത്രമല്ല നോമ്പ് തുറപ്പിച്ചാലും. അപ്പോ ജീവിത റെക്കോർഡിന്റെ ശുദ്ധീകരണം നോമ്പ് പിടിക്കുന്നതിലൂടെ സാധ്യമാകും. റമളാനിന്റെ രാത്രിയിലുള്ള നമസ്കാരത്തിലൂടെ സാധ്യമാകും. നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ സാധ്യമാകും. പിന്നെ വീണ്ടും ഹദീസിൽ വന്നു മൻ സാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ഒരാൾ നമസ്കരിച്ചാൽ നേരത്തെ പറഞ്ഞ അതേ മനോഭാവത്തോടെ റബ്ബിന്റെ ഓർഡറാണിത് എന്ന ബോധ്യത്തോടെ അവനിൽ നിന്നാണ് പ്രതിഫലം എന്ന പ്രതീക്ഷയോടെ ഒരാൾ നമസ്കരിച്ചാൽ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും. അല്ലാഹു പറയാണ്, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ, സക്കാത്തിനെ പറ്റിയല്ലേ ഈ പറഞ്ഞത്, സക്കാത്തല്ലാത്ത ദാനധർമ്മങ്ങൾ നിങ്ങൾ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ കൊള്ളാം. ഇനി നിങ്ങളത് രഹസ്യമാക്കി വെക്കുകയും ഏറ്റവും അർഹർക്ക് കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ട് ആ ദാനധർമ്മം നിങ്ങളുടെ ജീവിത റെക്കോർഡിന്റെ ശുദ്ധീകരണം സാധ്യമാക്കും. ഇത് റമളാനിൽ മാത്രമുള്ളതല്ല. അപ്പൊ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതം റെക്കോർഡ് ചെയ്യാൻ അനിതര സാധാരണമായ സംവിധാനങ്ങൾ, സാധാരണഗതിയിൽ കേട്ട് ശീലമില്ലാത്തതും മനുഷ്യരുടെ പിടിയിൽ വഴങ്ങാത്തതുമായ സജ്ജീകരണങ്ങൾ റബ്ബ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ എല്ലാ ക്യാമറകളുടെയും മുന്നിലാണ് നമ്മുടെ നിൽപ്പ്. അതുകൊണ്ട് ഒരു ഭാവവും ഒപ്പിയെടുക്കപ്പെടാതെ പോകില്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഒരു ഭാവവും ഒപ്പിയെടുക്കപ്പെടാതെ പോവില്ല എന്ന് നിങ്ങൾ ഓർക്കണം. എന്നിട്ട് ഈ സാധുവിനെ അവിടെ നരകത്തിലിട്ട് കരിക്കലല്ല റഹ്മാനും റഹീമുമായ റബ്ബിന്റെ ഇഷ്ടം. അതുകൊണ്ട് അവൻ അവസരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സാധാരണ ജീവിതത്തിൽ തന്നെ അവസരം, റമളാൻ എന്ന് പറയുന്ന സവിശേഷ അവസരം, ആ അവസരം പ്രയോജനപ്പെടുത്തിയിട്ട് ഇത്രയും കാലത്ത് നമ്മുടെ ജീവിത റെക്കോർഡുകളിൽ നിന്ന്, നമ്മുടെ കൂടെയുള്ളതിൽ നിന്ന് എത്ര കണ്ട് ശുദ്ധീകരിക്കാൻ കഴിയുമോ അത്രയും ശുദ്ധീകരിക്കുന്നതിന് നമുക്ക് സാധിക്കണം. അതിൽ യാതൊരു അശ്രദ്ധയും അലംഭാവവും കാണിക്കരുത്. നോമ്പെടുത്തുകൊണ്ട്, നോമ്പ് തുറപ്പിച്ചുകൊണ്ട്, രാത്രി നമസ്കരിച്ചുകൊണ്ട്, ലൈലത്തുൽ ഖദ്റിന്റെ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഏതൊക്കെ വഴിയെ ജീവിത റെക്കോർഡിന്റെ ശുദ്ധീകരണത്തിന് കഴിയുമോ അതിലൊക്കെയും ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മളുടെ വീട്ടിലെ നമ്മുടെ ഇണകൾക്ക് ഈ അവസരങ്ങളൊക്കെ ലഭ്യമാകാൻ പറ്റുന്ന രീതിയിൽ വീട്ടുകാര്യങ്ങളിൽ നമ്മുടെയും സജീവ ശ്രദ്ധയുണ്ടാവണം. നോമ്പുറൊക്കെ വേണമെങ്കിൽ നടത്താൻ അത്യാവശ്യമുള്ളവർക്ക് അതിന്റെ വലുപ്പത്തിലും ചെറുപ്പത്തിലും ഒക്കെ. പക്ഷേ അതിന്റെ ഭാരം എല്ലാവരും ഒരുപോലെ പങ്കുവെച്ചു പോകണം. അവർക്കും ചൊല്ലാനും പറയാനും ഓതാനും നിസ്കരിക്കാനും അതാതിന്റെ കാര്യങ്ങൾ ഏർപ്പെടാനും കഴിയണം. വല്ലവന്റെയും കീഴിൽ ജോലി ചെയ്യുന്നവന് അവനൊരൽപ്പം ജോലിയിൽ ലഘൂകരണം കൊടുത്താൽ അയാൾക്ക് നാളെ നാളെ ആഖിറത്തിൽ ഒരു ലഘൂകരണം അവന്റെ ഹിസാബിന്റെ കാര്യത്തിൽ കൊടുക്കും എന്ന ഒരാശയമുണ്ട്. അതൊക്കെ നമ്മൾ പരിഗണിക്കണം. ആ ഒരർത്ഥത്തിൽ ഈ റമളാൻ ഇങ്ങോട്ട് വരുന്നതോടുകൂടി നമ്മുടെ അജണ്ടകൾ മൊത്തം അങ്ങ് മാറിയിട്ട് റബ്ബിന്റെ ഇഷ്ടം ഇത് മുഖ്യധാരയിലേക്ക് വരുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോകണം. അതാണ് റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ ലക്ഷണം. അള്ളാഹു റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മറ്റ് ചില വശങ്ങളുണ്ട്, അതിനെ സംബന്ധിച്ച് മറ്റ് സന്ദർഭങ്ങളിൽ പറയാം. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പലതരത്തിലുള്ള ആവശ്യങ്ങളും മനുഷ്യനുണ്ടാകും. പലതരത്തിലുള്ള ആവശ്യങ്ങളും ഉണ്ടാകും. പല ആളുകളും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും.
പക്ഷെ ആര് നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാൻ ശ്രമിച്ചാലും സാക്ഷാൽ റബ്ബിന്റെ പരിഗണനയല്ലാതെ ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരമാകില്ല. ഞാനിപ്പോ ഇത് പറയുന്നത് റമദാനിനെ കുറിച്ചുള്ള ആയത്ത്, നോമ്പിനെ പറ്റി പറയുന്ന ആയത്ത് സൂറത്തുൽ ബഖറയിൽ നിങ്ങൾക്കൊക്കെ ഏറെക്കുറെ കേട്ട് മനഃപാഠമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്. അതിനുശേഷം അയ്യാമൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ലേശം കൂടി വിശദീകരണങ്ങൾ പറയുന്ന രണ്ടാമത്തെ തൊട്ടടുത്ത ആയത്ത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന അതിനുശേഷം വരുന്ന ആയത്ത്. ഇതിനിടയിൽ പിന്നെ അതിനുശേഷം എന്താണ് ഉഹില്ല ലക്കും ലൈലത്തുസ് സിയാമി അർറഫതു ഇലാ നിസായിക്കും എന്ന് പറയുന്ന റമളാനിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളെ സമീപിക്കാൻ അനുവാദമുണ്ട് എന്ന് പറയുന്ന ആയത്ത്. അടുത്തടുത്ത ആയത്തുകളാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇതുമായിട്ട് നേർക്കുനേരെ ബന്ധമില്ല എന്ന് നമുക്ക് തോന്നുന്ന, എന്നാൽ ഇതുമായിട്ട് അഗാധമായ ബന്ധമുള്ള ഒരായത്ത് കൂടിയുണ്ട്. എന്റെ ദാസന്മാർ എന്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ പ്രവാചകരെ താങ്കൾ പറയണം ഞാൻ സമീപസ്ഥനാണ്. അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ പിന്നെ ആഴമത്ര, അള്ളാഹു നമ്മളോട് എത്രമാത്രം സമീപസ്ഥമാണ് എന്നതിനെ പറ്റി സൂചിപ്പിക്കുന്ന ഒരു സൂക്തം. അപ്പൊ റമളാനിൽ നമ്മൾ റബ്ബുമായിട്ട് കുറെ കൂടി അടുത്തിരിക്കുകയാണ്, മുമ്പുള്ള ആ ബന്ധമല്ല. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിക്കും ധാരാളമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ പൊതുവെ പ്രാർത്ഥനാശീലം കുറഞ്ഞ ആളുകളാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ലെങ്കിൽ ഈ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരുപാട് പ്രാർത്ഥനകളും ദിക്റുകളും ഉണ്ട്. ഇത് പതിവായി ശീലമാക്കുന്നതിന് പകരം അത്യാവശ്യമുള്ളവർ പോകുന്നത് പോലെ ഒരാവശ്യവുമില്ലാത്തവരും ഇറങ്ങിപ്പോകുന്നു എന്ന് എന്നോട് മുൻപൊരിക്കൽ ഈ പള്ളിയോട് ചുറ്റിപ്പറ്റി കഴിയുന്ന ഒരു സഹോദരൻ പരാതിപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരാവശ്യമില്ലാതെയാണ് അയാൾ ഇറങ്ങിപ്പോണത്, നിങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ല, അവിടെ പുറത്തിറങ്ങിയിരുന്നു വർത്തമാനം പറഞ്ഞത് ഞാൻ സ്ഥിരം കാണുന്നുണ്ട്. അത് ശരിയോ തെറ്റോ, ആ പറഞ്ഞത് ശരിയോ തെറ്റോ, ഈ ചെയ്തവർ ചെയ്തത് ശരിയോ തെറ്റോ, ഇതല്ല എന്റെ പ്രമേയം. നമസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമസ്കാരത്തിന് ശേഷം സുന്നത്തിൽ സ്ഥിരപ്പെട്ട കുറെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾക്ക് ശേഷം റബ്ബുമായിട്ട് നമ്മളുള്ള ആ ഒരു ബന്ധം വെച്ചുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ റബ്ബിനോട് പറയുക എന്ന ഒരു സ്വാഭാവിക കാര്യവും കൂടിയുണ്ട്. നീട്ടി പറയാൻ സമയമില്ലെങ്കിൽ ചുരുക്കിയെങ്കിലും ഒരു പ്രാർത്ഥന അറബിയിൽ സ്ഥിരമായി പഠിച്ചു വെച്ച ഒരു പ്രാർത്ഥനയായാൽ ആണെങ്കിൽ അതാവട്ടെ, അങ്ങനെയില്ലാത്തവർ മലയാളത്തിൽ റബ്ബിനോട് പറയട്ടെ. ഇത് പൊതുവെ ശീലമാക്കണം. പക്ഷെ ഈ ശീലം പൊതുവെ കുറവാണ്. ഈ നമസ്കാര ശേഷം കൂട്ടായിട്ട് നടക്കുന്ന പ്രാർത്ഥന പ്രവാചകനിൽ നിന്ന് അപ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് അപ്രകാരം ആവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കാത്തവരായി നമ്മൾ മാറരുത്. പ്രാർത്ഥന ശീലമാക്കണം. അപ്പൊ ഞാൻ പറയുന്നത് റമളാനിന്റെ എല്ലാ വക്തിനും ഓരോരുത്തരും തന്റെ സങ്കടങ്ങൾ റബ്ബിനോട് പറയണം. അറിയുന്ന ഭാഷ പറഞ്ഞാൽ മതി. റബ്ബിനോട് പറയാൻ പറ്റുന്നതേ പറയേണ്ടതുള്ളൂ, പറയാൻ പറ്റുന്നതേ ഉണ്ടാവേണ്ടതുള്ളൂ. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. എന്റെ നാഥൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. ഇത് കേവല രാഷ്ട്രീയക്കാരുടെ അവകാശവാദം പോലെ അല്ലെങ്കിൽ വാഗ്ദാനം പോലെ ഒരു വാഗ്ദാനമല്ല. ചോദിച്ചാൽ കിട്ടും. ചോദിച്ചാൽ ചോദിച്ചത് കിട്ടും, അല്ലെങ്കിൽ മറ്റൊരു വിപത്ത് തട്ടിമാറ്റപ്പെടും, അതല്ലെങ്കിൽ ഇതൊരു സൽക്കർമ്മമായിട്ട് രേഖപ്പെടുത്തപ്പെടും. മൂന്നാലൊരു രീതിയിൽ ഉത്തരം കിട്ടാത്ത ഒരു പ്രാർത്ഥനയുമില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വിസ്തരിച്ച് പ്രാർത്ഥിക്കണം. ഒരു നേരം ഏതെങ്കിലും സമയം നിങ്ങൾക്ക് എപ്പോഴാണ് സാധ്യമാകാം? ഏത് സമയത്താണോ ഒരാൾക്ക് തന്റെ സങ്കട ഹർജി രാജാതിരാജന്റെ മുമ്പിൽ സവിത്തരം പറയാൻ പറ്റുക, അങ്ങനത്തെ ഒരു സമയത്ത് ഈ സങ്കട ഹർജി റബ്ബിന്റെ മുമ്പിൽ വെക്കണം. എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമൊക്കെ റബ്ബിനോട് പറയാം, പരത്തി പറയാം. ഓരോ കാര്യവും നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയം, നമ്മുടെ മക്കളുടെ വിഷയം, നമ്മളുടെ ഇണകളുടെ വിഷയം, നമ്മളുടെ മക്കൾ വിദേശത്ത് ജോലിയുണ്ടെങ്കിൽ ജോലിയിലാണെങ്കിൽ അവരുടെ വിഷയം, അവരുടെ പഠനത്തിന്റെ പ്രശ്നം, കിണറ്റിലെ വെള്ളത്തിന്റെ കാര്യം, വളർത്തുമൃഗങ്ങളുടെ കാര്യം, പുതിയ തുടങ്ങിയ സംരംഭങ്ങളുടെ കാര്യം, ഇങ്ങനെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് എല്ലാം റബ്ബിനോട് പറയാം. ഇത് റമളാനിന്റെ ഒരു മുഖമുദ്രയായതുകൊണ്ടായിരിക്കാം റമളാനുമായി പറയുന്ന വിധിവിലക്കുകൾക്കിടയിൽ പ്രാർത്ഥനയുടെ ഈ സൂക്തവും റബ്ബ് ചേർത്ത് വെച്ചത്. ആ ഒരു വശവും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. സാധാരണഗതിയിൽ ഒരു മിനിമം ദുആ എല്ലാ സമയത്തും നടത്താം. ഏതെങ്കിലും ഒരു നേരത്ത് സാമാന്യം വിസ്തരിച്ച് റബ്ബിനോട് പറയാം.
വേറെ അത്യാവശ്യങ്ങൾ ഏർപ്പാടില്ലാത്ത ആളുകൾ 5 നേരവും ആവർത്തിച്ച് ഈ സങ്കട ഹർജി രാജാതിരാജന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെല്ലട്ടെ. റബ്ബ് നമ്മളെ പോലെയല്ല, നമുക്ക് ചോദിക്കുന്നത് തന്നെ ദേഷ്യം. റബ്ബിന് ചോദിക്കാതിരിക്കുന്നവരോടാണ് ദേഷ്യം. എന്റെ നാഥൻ നിങ്ങളെ വില വെക്കുമായിരുന്നില്ല നിങ്ങളുടെ ഈ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് ദുആ ചെറുതായി കാണരുത്, പ്രാർത്ഥിക്കാതിരിക്കരുത്. പ്രാർത്ഥന വെറും സ്വർഗം ചോദിക്കലും നരകത്തിൽ നിന്നുള്ള വിമുക്തി തേടലും മാത്രമല്ല, ഐഹിക ജീവിത വ്യവഹാരങ്ങളുടെ ചെറുതും വലുതുമായ ഏതൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടോ അതിലൊന്നിലും ഈ റബ്ബിന്റെ കാവലില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്കാവില്ലെന്ന് നിങ്ങൾ ഓർക്കണം. എന്റെ കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കല്ല റബ്ബേ എന്ന് റസൂലുള്ള പറയുമ്പോ അതിന്റെ അർത്ഥം അതാണ്. കണ്ണിമ വെട്ടുന്ന നേരം എന്ന് പറഞ്ഞാൽ അത്ര ഉള്ളത്, അത്ര സമയത്തേക്ക് എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ, എന്റെ കാര്യം നീ നോക്കണം. നിന്നിലാണ് എന്റെ പ്രതീക്ഷ, നീയാണ് എന്റെ കാവൽ. നീ കൈവിട്ടാൽ പിന്നെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. നിന്റെ രക്ഷയുണ്ടെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്താൻ വേറെ ആർക്കും കഴിയില്ല. ഈ ഒരു ബോധ്യമാണ് നമസ്കാരത്തിൽ നിന്നുണ്ടാകുന്നത്. അതാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത എന്നുള്ള ആ റബ്ബുമായിട്ടുള്ള മുനാജാത്തിന് ശേഷം ഇദ്ദേഹം നടത്തുന്ന ആത്മകഥത്തിന്റെ അർത്ഥം അതാണ്. ആ ഒരു ധൈര്യത്തിൽ, ആ ഒരു ബോധ്യത്തിൽ സങ്കട ഹർജികൾ റബ്ബിന്റെ മുമ്പിൽ നിവർത്തി പരത്തി വെക്കുക. 3-4 രീതിയിൽ അവനത് പരിഗണിക്കും എന്ന ഉറച്ച ബോധ്യത്തോടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ ഈ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ശുദ്ധീകരിച്ചെടുക്കാനുള്ള ഞങ്ങളുടെ ഈ ശ്രമത്തെ നീ അനുഗ്രഹിക്കുകയും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യണേ നാഥ. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെയും ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളുടെയും എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.